നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിലും നമ്മുടെ ആത്മീയ ജീവിതത്തിലുമൊക്കെ നമ്മൾ പുലർത്തേണ്ടുന്ന വലിയൊരു മനോഭാവമുണ്ട്. നമ്മളെക്കാൾ നന്നായി നമ്മെ അറിയുന്നവനാണ് നമ്മുടെ ദൈവം, നമ്മുടെ പിതാവായ ദൈവം എന്നുള്ളൊരു ചിന്ത നമ്മളെ നയിക്കേണ്ടതുണ്ട്. അതില്ലാതെ വരുമ്പോഴാണ് പലപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ആഗ്രഹിച്ചത് കിട്ടാതെ വരുമ്പോൾ നിരാശപ്പെട്ടു പോകുന്ന അവസ്ഥകൾ ഉണ്ടാകുന്നതും നമ്മുടെ ആത്മീയ ജീവിതം അത്രമേൽ സംതൃപ്തിയുള്ള ഒന്നായിട്ട് മാറാതെ പോകുന്നതും ഈ മനോഭാവമില്ലാത്തതിൻ്റെ പേരിലാണ്. നമ്മളെക്കാൾ നന്നായി നമ്മെ അറിയുന്നവനാണ് നമ്മുടെ ദൈവം എന്നുള്ള മനോഭാവം, ആ അടിയുറച്ച വിശ്വാസം നമുക്ക് ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ്. പലപ്പോഴും നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് കിട്ടാതെ വരുമ്പോൾ നിരാശപ്പെട്ടു പോകുന്ന മനുഷ്യരാണ് നമ്മൾ. അത്തരം സാഹചര്യങ്ങളിൽ ടിം കെല്ലർ എന്ന് പറയുന്ന എഴുത്തുകാരൻ മുന്നോട്ട് വയ്ക്കുന്ന പ്രസക്തമായിട്ടുള്ള ഒരു ചിന്തയുണ്ട്. അദ്ദേഹം പറയുന്നത്, നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ അത്രയും അറിവ്, ജ്ഞാനം നമുക്കുണ്ടെങ്കിൽ നമ്മൾ എന്ത് പ്രാർത്ഥിക്കുമായിരുന്നോ, എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നോ, അതാണ് വാസ്തവത്തിൽ നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന കാര്യം എന്നുള്ളതാണ്. നമ്മൾ ആഗ്രഹിച്ചത് കിട്ടാതെ വരുന്നതിൻ്റെ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ കാരണം നമ്മുടെ ചോദ്യം തെറ്റിപ്പോയി പ്രാർത്ഥനയിൽ എന്നുള്ളതാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ അത്ര തന്നെ ജ്ഞാനം, നമുക്കത്രയും ജ്ഞാനം ഇല്ലാത്ത ആളുകളാണ് നമ്മൾ. ദൈവത്തിൻ്റെ അത്ര അറിവ് നമുക്കില്ല. ദൈവം സർവജ്ഞാനിയാണ്. അത്രയും അറിവ് നമുക്കുണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചോദിക്കുമായിരുന്നോ അതാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് എന്ന് ഉള്ളതാണ്. ഒരു കുട്ടി, അവൾ +2 പഠനം കഴിഞ്ഞ് കോളേജിൽ അഡ്മിഷൻ കിട്ടി. അവൾ കോളേജിൽ പോയി തിരിച്ച് വന്ന് അപ്പനോട് പറയുകയാണ്, എനിക്ക് കോളേജിൽ പോകാനായിട്ട് ഒരു സ്കൂട്ടർ വേണം. എൻ്റെ കൂട്ടുകാരെല്ലാവരും സ്കൂട്ടറിനാണ് വരുന്നത്. എനിക്ക് ബസ്സിൽ തൂങ്ങിപ്പിടിച്ച് പോകാൻ പറ്റില്ല, ഈ തിരക്കിൽ തൂങ്ങിപ്പിടിച്ച് പോകാനായിട്ട് പറ്റില്ല. അപ്പൻ പക്ഷേ അവൾക്ക് സ്കൂട്ടർ വാങ്ങിക്കൊടുക്കാനായിട്ട് തയ്യാറാവുന്നില്ല. അവൾക്ക് അതിന് പകരം കോളേജ് ബസ്സിൽ പോകാനായിട്ടുള്ള സൗകര്യം ഏർപ്പെടുത്തി കൊടുത്തു. 5-6 മാസം കഴിയുമ്പോഴാണ് ആ കോളേജിലേക്ക് പോകുന്ന വഴിയിൽ വലിയൊരു റോഡ് പണി വരുന്നതും അവിടെ എല്ലാം കുത്തിപ്പൊളിച്ച് ഇടുന്നതും അതിലൂടെ പോകുന്ന ഇരുചക്ര വാഹനങ്ങളിൽ പലർക്കും അപകടങ്ങൾ സംഭവിക്കുന്നതും പൊടിയും ബഹളവുമൊക്കെ ആയിട്ടുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നത്. ആ സമയത്താണ് ആ മകള് ചിന്തിക്കുന്നത്, ഞാൻ ഈ സ്കൂട്ടർ ചോദിച്ച സമയത്ത് എത്രയോ ദീർഘവീക്ഷണത്തോടെയാണ്, എത്രയോ അറിവോടെയാണ്, എത്രയോ എന്നോടുള്ള കരുതലോടെയാണ് എൻ്റെ അപ്പൻ എനിക്ക് അത് വാങ്ങിത്തരാതെ ഇരുന്നതും കോളേജ് ബസ്സിൽ പോകാനായിട്ടുള്ള സൗകര്യം ഏർപ്പാടാക്കി തന്നതും എന്ന് അവൾ ചിന്തിക്കുന്നത് അപ്പോഴാണ്. നാളുകൾക്ക് ശേഷമാണ്. അവൾ വിഷമിച്ച് കോളേജ് ബസ്സിൽ പോയ പെൺകുട്ടിയാണ്. സ്കൂട്ടറിൽ പോകാൻ പറ്റാത്തതിൻ്റെ വിഷമത്തിൽ ജീവിച്ച ആളാണ്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക, ആ കുട്ടിക്ക് അവൾ സ്കൂട്ടർ ചോദിച്ച സമയത്ത് അപ്പൻ്റെ അത്രയും ദീർഘവീക്ഷണം, ജ്ഞാനം, അറിവ്, 5-6 മാസങ്ങൾക്ക് ശേഷം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റിയുള്ള ചിന്ത അതുണ്ടായിരുന്നെങ്കിൽ അവൾ ഒരിക്കലും ചോദിക്കില്ല എനിക്ക് സ്കൂട്ടർ വേണം എന്ന്. അവൾ ചോദിക്കുക കോളേജ് ബസ്സിൽ പോകാനായിട്ടുള്ള സൗകര്യത്തെ പറ്റിയാണ്. അതുകൊണ്ടാണ് ടിം കെല്ലർ പറയുന്നത്, നമുക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ഉത്തരങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നതല്ലാതെ വരുന്ന സമയത്ത് നമ്മൾ തിരിച്ചറിയേണ്ടുന്ന വലിയ ഒരു സത്യം, ദൈവത്തിൻ്റെ അത്രയും ജ്ഞാനം ആ ചോദിക്കുന്ന സമയത്ത് നമുക്കുണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്താണോ ചോദിക്കുമായിരുന്നത് അത് തന്നെയാണ് ദൈവം ഈ സമയത്ത് നമുക്ക് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതിന് കാരണം നമ്മളെക്കാൾ നന്നായി നമ്മെ അറിയുന്നവനാണ് നമ്മുടെ ദൈവം എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ചത് കിട്ടാതെ വരുമ്പോൾ, നമ്മുടെ പ്രാർത്ഥനകൾ നമ്മൾ പ്രാർത്ഥിച്ചതുപോലെ തന്നെ ചോദിച്ചതുപോലെ തന്നെ നമുക്ക് ഉത്തരങ്ങൾ കിട്ടാതെ വരുമ്പോൾ നമ്മുടെ മനസ്സിനെ നയിക്കേണ്ടുന്ന വലിയ ഒരു ചിന്തയാണ് ഇന്ന് സുവിശേഷവും നമ്മുടെ മുന്നിൽ
വയ്ക്കുന്നത്. നമ്മളെക്കാൾ നന്നായി നമ്മെ അറിയുന്ന ദൈവമാണ് നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള ബോധ്യത്തിൽ, വിശ്വാസത്തിൻ്റെ ഉറപ്പിൽ ജീവിക്കാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. അവനിപ്പോൾ തരുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമുക്ക് വേണ്ടി ഒരുക്കുന്നതാണ്. ഇതിനേക്കാൾ വലിയ സമ്മാനം നമുക്ക് നൽകാൻ വേണ്ടി നമ്മളെ തന്നെ ഒരുക്കുന്നതാണ് ഈ സമയം എന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് എപ്പോഴും ഉണ്ടാകേണ്ടത്.